ഹലോ ഇറ്റ്സ് മിസ് പരീസൻ. ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് എന്റെ അമ്മ ഒരു കൊറിയർ അയച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഗുജറാത്തിൽ വന്നതിന് ശേഷം നാട്ടിലെ ഫുഡൊന്നും കിട്ടാനില്ല. അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടുപെട്ടിച്ചാലോ? കാണുന്നതൊക്കെല്ല കത്തിക്കുന്ന അത്ര ബലമില്ല. മനക്ക് പെട്ടിയത് താങ്കളുടെ അമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. കവറാണ്, അത് മൊത്തം പിന്നിക്കേറി കുടലും മണ്ടൊക്കെ വെളി വരും. എന്റെ പൊന്നെ, കുടലും മണ്ടൊക്കെ വെളി വരുത്തിച്ച് ദുഷ്ടൻ. ഞാൻ പറഞ്ഞില്ലേ കവറാണെന്ന്. അയ്യോ, അതിനകത്ത് അല്ലതൊക്കെ ബാക്കി കാണുന്നേ. എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തിട്ട് കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കാം. ഓൾറെഡി പൊട്ടിക്കുന്നതിന് മുന്നേ കുറച്ച് മനസ്സിലായിരുന്നു ഇതിന്റെ എവിടെയൊക്കെ പൊട്ടിയിരിക്കുവാണെന്നുള്ളത്. പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ അവസ്ഥ ഏകദേശം നമുക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. കവറിലാണ് പാക്ക് ചെയ്തത്. അതായത് നമുക്ക് ഇങ്ങനെ കിലോക്കൊക്കെ വെയിറ്റ് പറയുമല്ലോ കൊറിയർ ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് കവർ പാക്ക് ചെയ്തത്. ഇപ്പൊ ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ പൊട്ടി ആലങ്കാരിതമായി കിടപ്പുണ്ട്. ഇത് കാണുമ്പോഴുള്ള എന്റെ അമ്മയുടെ അവസ്ഥ നെഞ്ച് തകരും. കാരണം പുള്ളിക്കാരി പാക്കൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് എനിക്ക് ഫോട്ടോയൊക്കെ അയച്ചെന്ന് ഇത് കണക്ക് വരുന്നൊക്കെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു വരവ് പ്രതീക്ഷിച്ചില്ല. ലൈഫ് ടൈം എന്തായാലും ലേറ്റസ്റ്റ് അവർ. അതിൽ ഞാൻ ഇനി എന്തോന്ന് പറയണ, കൊറിയർ കാണുന്ന കണ്ണ് തള്ളിപ്പോയി. ആലങ്കായി കിടക്കണോണ്ടാണ് ചെറിയൊരു കുഴ സൗണ്ട് കേൾക്കുന്നത്. കിട്ടിയ പാടതൊക്കെ കണ്ടപ്പോൾ വലിച്ചു വായിട്ട് കുറെ നാളായില്ലേ കഴിച്ചു. അവസ്ഥ വളരെ ദയനീയമാണ്. ഇതിൽ കൂടുതൽ എന്ത് വരാനാണ്? സ്പീഡ് പോസ്റ്റ് സ്പീഡിലാണ് സംഭവിക്കണം ഞാൻ വിചാരിച്ചില്ല. കാര്യം കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കിട്ടിയില്ലേ. ചെറുക്കുള്ളത് ഇങ്ങനെ പോലും എത്താറില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോ ബെറ്റർ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പൊട്ടിപ്പോകുന്നിട്ട് തെറിയോമാര്. ഞാനിനി എന്താ പറയണ്ടേ? ഇതിൽ കൂടുതൽ അവസ്ഥയിൽ ഞാൻ ഇനി എന്ത് വേണം പറയാൻ വേണ്ടിട്ട്? എന്തൊരു ശോചനീയ അവസ്ഥ. ഞാൻ ഒറ്റയ്ക്കാണ് പൊട്ടിച്ചാൽ പെട്ടുപോയത് ഗൈസ്. ഞാൻ എന്ത് കാണിക്കുന്നു? എനിക്ക് തന്നെ ഒരു ബോധമില്ല. പക്ഷെ ചമ്മന്തിപ്പട്ടിയൊക്കെ ടേസ്റ്റ് അടിച്ചപ്പോ എന്തിനും എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ സമാധാനം. മെയിനായിട്ടും കൊറിയറിന്റെ പ്രശ്നമല്ല, കവർ സീലിംഗ് കവർ ആയിരുന്നു ഒട്ടിച്ച്. അതായത് നമ്മുടെ ഈ തീ വെച്ച് ചൂടാക്കി ഓക്കെ അങ്ങനെ സീൽ ചെയ്ത കവർ ആയതുകൊണ്ടാണ് സംഭവം പൊട്ടിപ്പോയത്. കൊറിയറുടെ കുഴപ്പമില്ല കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൊറിയറുടെ കുഴപ്പമാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പെട്ടി, 2 പെട്ടി വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പെട്ടി ഞങ്ങൾ പൊട്ടിച്ച് നോക്കുവാണ്. ഓൾറെഡി പൊട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. അതിന്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. മറ്റേതിനെ കേട്ട് കുറച്ച് ഭേദമുണ്ട് കേട്ടോ. മറ്റേത് കണ്ട് തളർന്നു പോയി മനുഷ്യൻ. ഉണ്ണിയപ്പൊക്കെ പൊട്ടി കിടപ്പുണ്ട്, എന്നാലും ഞാൻ ചെതറി പോയിട്ടില്ല. ഈ നട്ട ഉണ്ണിയപ്പന്റെ പൊന്നി എന്തൊരു കൊതിയ. അത് പൊടിച്ചു വെച്ചതാണ്. ഇതുപോലെ ലോക്കൽ പാക്കേജിങ് ഇനി യൂസ് ചെയ്യും. അപ്പൊ എന്റെ വീഡിയോ ഇവിടെ തീരുവാണ്. നാട്ടിൽ തന്ന സാധനങ്ങളൊക്കെ ഞാൻ അപ്പൊ തന്നെ പാക്ക് ചെയ്ത് കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. കുപ്പിയൊക്കെ നേരത്തെ കരുതുകൊണ്ട് സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പറ്റി. നൗ ഐ ആം വൈൻഡ് അപ്പ് മൈ വീഡിയോ. ഇറ്റ്സ് മിസ് പരീസൻ സൈനിങ് ഔട്ട്. താങ്ക് യു.